അടിപൊളി. അടിപൊളിയല്ല, അടിപൊളി. ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം പള്ളികളും നമുക്ക് ഏത് ഭാഗത്ത് നോക്കിയാലും കാണാൻ കഴിയും. യു ലൈക്ക് താടി? അയ്യോ. കങ്ക, ഗുഡ് മോർണിംഗ്. Good morning. We said Günaydın. Good night, huh? Günaydın. Günaydın. Yes. Günaydın means good morning in Turkish. Günaydın Kanga. Günaydın. ഓ, അപ്പൊ രാവിലെ ആയി. ഞാനിപ്പോ നിൽക്കുന്നത് തുർക്കിയിലാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. തുർക്കിയിൽ ഇസ്താംബുൾ. ടു മച്ച് ബാക്ക് പെയിൻ ബ്രോ. ഭയങ്കര കുറുക്കും മുതുക് വേദന. ഇന്നലെ ബാഗ് തൂക്കി നല്ല വേദനയായിരുന്നു. ഇതിപ്പോൾ എന്താ ബെഡിൽ നിന്ന് എണീച്ചപ്പോൾ എന്തെങ്കിലും പറ്റിയാൽ. ഓക്കെ, എന്തായാലും ഞാനിപ്പോൾ ഇസ്താംബൂളിലാണ്, കങ്കയുടെ വീട്ടിലാണ്. കങ്ക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്താണ്. പുള്ളിയും ട്രാവലറാണ്. നമ്മൾ ഒരുമിച്ച് ഇന്ത്യയിലൊക്കെ കറങ്ങിയിട്ടുള്ളതാണ് ഒരു 2.5 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഞാൻ ഇസ്താംബൂളിൽ വന്നപ്പോൾ അവൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇപ്പോൾ രാവിലെ എണീറ്റു. രാവിലെ തന്നെ നമ്മുടെ മുഹമ്മദിൻ്റെ വീട്ടിലെ പൂച്ചാണ്ടില്ലല്ലോ. ഹായ്, ഹലോ. ഉറക്കം തൂങ്ങി ഇരിക്കുന്നതാണ്ടോ. പൂച്ചയ്ക്ക് വേണ്ടിയുള്ള ഭക്ഷണമാണ് കേട്ടോ. പൂച്ചയ്ക്ക് വേണ്ടി കളിക്കാനുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു ഈ കാണുന്നത്. നമ്മൾ ഈ കാണുന്ന ഒരു വില്ലേജിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഇസ്താംബൂളിൽ തന്നെയാണ്, പക്ഷെ ഇസ്താംബൂളിന്റെ നഗരത്വ മധ്യത്തിൽ നിന്ന് മാറിയാണ്. ഇതാണ് കേട്ടോ മുഹമ്മദിന്റെ പാപ്പ. സലാം അലൈക്കും. വാട്ട്സ് യുവർ നെയിം? My name is Necmettin. നജ്മുദ്ദീൻ ആണ് പുള്ളിക്കാരന്റെ പേര്. താങ്ക് യു. മർഹബ. തശക്ക്. Very good. അതാണ്ട് ഇവിടെ കിളിയൊക്കെ ഉണ്ടല്ലോ, നല്ല രസമുള്ള കിളി. ഹലോ. കിളിയെ കൂട്ടിലിട്ട് വളർത്തുന്നു. പുള്ളിക്കാരൻ TV കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ്ട് ഇവരുടെ തുർക്കിഷ് വീടാണ്. ദിസ് ഈസ് ഹൗ ട്രഡീഷണൽ തുർക്കിഷ് ഹൗസ്. ഇതുപോലെയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് തുർക്കിഷ് വീടുകളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ രാവിലെ തന്നെ നമുക്ക് തുർക്കിഷ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. വാട്ട് ഈസ് ദിസ് നെയിം? This name? This. Yeah. We say börek. Börek. Yeah. ഇത് Turkish börek. Turkish bread. Turkish menemen. menemen. You know this tomato in oil, in salt. തക്കാളി, എണ്ണ, ഉപ്പൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു തുർക്കിഷ് മെനക്കാണ്. അതും ബ്രെഡും ആണ് ഇവർ കഴിക്കുന്നത്. പിന്നെ അതാ ഇവിടെ ചീസ് ഉണ്ട്. Cheese, yes. ജാം, സീസ്, ടൊമാറ്റോ ഒക്കെയാണ്. വാട്ട് ഈസ് ദാറ്റ്? Sana. For you. Yanmış mı yenildi? Wow, this looks so nice. അടിപൊളി സാധനം കേട്ടോ. സന എന്ന് പറയുന്ന സാധനം. ഇതും നമ്മൾ ബ്രെഡും ആയിട്ട് തണ്ടേ ഇതുപോലെ കഴിക്കണം. അതാണ് നമ്മുടെ തുർക്കിഷ് ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ അവർ സാധാരണ ഇതാണ് കഴിക്കാറ്. ഇത് നോക്കട്ടെ, ഞാൻ ഒന്ന് ട്രൈ ചെയ്യട്ടെ. Burada hafif gitmiş. ഇറാനിലൊക്കെ പോകുമ്പോൾ ഇതുപോലുള്ള ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ആണ് സാധാരണയായിട്ട്. സെയിം ഇറാൻ. നമ്മുടെ തുർക്കിഷ് ടീ ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. Did you try before? Yeah, I tried. I don't know, some Turkish Thai. Teşekkür. Teşekkür. You can try like this. Turkish cry. This and this. Yeah, together. Turkish Thai. കുറച്ച് ഇതെടുത്തു അതാക്കുന്നു. Hop, açıyorsun ağzını. Sen aç. Afiyet olsun. Afiyet olsun. Teşekkür. കൊള്ളാം. ഇതിൽ കുറച്ച് ഇത് ചേർത്തു, അതിൽ പിന്നെ കുറച്ച് ഹണി ചേർത്തു. What kind of that? 30? Nece dur? 3. 36. Ha, anladım şimdi. Kanga, you are old man. No. But Kanga look young. Yeah, you look very young. Yeah. കണ്ട എനിക്ക് അറിഞ്ഞൂടായിരുന്നു. എനിക്ക് അറിയാമായിരുന്നു ഒരു 28 വയസ്സെന്തോ ഉണ്ടായിരുന്നു. ആ ഒരു ഇത് അറിയാമോ? 36 വയസ്സാണ്. 36 വയസ്സാണ് കേട്ടോ അവൻ. അവൻ കുറേ വർഷമായിട്ട് ഇങ്ങനെ കറങ്ങി കിടക്കുവാണ്, ലോകം മുഴുവൻ ചുറ്റുമാണ്. അവനും എന്നെ പോലെ കുറേ രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഞാനും കങ്കയും കൂടെ നമ്മൾ വീട്ടിന്റെ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. Where are we going now? Today? Yeah.
Today we are going to Hagia Sophia, after going to Bosporus, and we're going to now first Big Bridge. ബിഗ് ബ്രിഡ്ജ്. Yes. Custom. Asian to Europe Bridge. ഇന്ത്യയും യൂറോപ്പ് ഭൂഖണ്ഡങ്ങളെയും വിഭജിക്കുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ പാലത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിൻ്റെ ഓപ്പോസിറ്റാണ് വണ്ടി ഓടിക്കുന്നത്. വലതുവശത്താണ് ഇവിടെ വണ്ടി ഓടിച്ചു പോകുന്നത്. ആളുകൾ കണ്ടോ, നമ്മൾ ആദ്യം പോകുന്ന ഇന്ത്യയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന പാലത്തിൽ. ബസ്സെല്ലാം കറക്റ്റ് സമയമാണല്ലോ. ഇറ്റ്സ് കറക്റ്റ് ടൈം. നമ്മൾ മൊബൈലിൽ തന്നെ അവൻ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ സമയം എപ്പോഴാണ് വരുന്നത്. നമ്മുടെ ഈ കാർഡുണ്ട്, കാർഡാക്കുന്നു. 13 ഇതേ ബാലൻസ്. Finish formation. ഫിനിഷ്? Yeah, no problem. I have. ഓ, ഫിനിഷാണ് എൻ്റെത് കാണിച്ചത്. എൻ്റെ കാർഡിലെ പൈസ കയറുന്നു. വണ്ടിയിൽ ആരുമില്ല. നല്ല അടിപൊളി എസി ബസ്. മർഹബാ. നമ്മുടെ ഏഷ്യയെയും യൂറോപ്പിനെയും വിഭജിക്കുന്ന പാലമാണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള വെള്ളക്കെട്ടും അതുകൊണ്ട് ഈ പാലമാണ് കേട്ടോ നമ്മുടെ ഏഷ്യയും യൂറോപ്പിനായിട്ട് വിഭജിക്കുന്ന ഒരു വലിയൊരു പാലം. തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ ഒരു തുർക്കിഷ് പതാകയും അവിടെ പറക്കുന്നുണ്ട്. ലൊഹർ ബാങ്ക് കൊടുക്കുന്ന സൗണ്ടാണ് നമ്മൾ കേട്ടത്. ഇവിടെ ഇസ്താംബൂളിലെ ഏത് ഭാഗത്ത് നോക്കിയാലും പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം പള്ളികളും നമുക്ക് ഏത് ഭാഗത്ത് നോക്കിയാലും കാണാൻ കഴിയും. അതുമാത്രമല്ല 5 നേരത്തെ നമസ്കാര സമയത്തിന് 50 ബാങ്ക് വിളി, ഒരു നേരം തന്നെ ഒരു 5 പള്ളികൾ അല്ലെങ്കിൽ ഒരു 10 പള്ളികളിൽ നിന്നുള്ള ബാങ്ക് വിളി നമുക്ക് കേൾക്കാൻ കഴിയും. തൊട്ടപ്പുറത്ത് നിന്നുള്ള ഇതിൽ നിന്നാണ് നിങ്ങൾ കേട്ടത്. അതിന്റെ തൊട്ടപ്പുറത്ത് വേറൊരു പള്ളി ഇതാ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ദാറ്റ് ഈസ് തക്സിം. Taksim near, yes. This see castle. Oh, that is Galata. This mosque. Brother, this mosque maybe making 600 years ago. Oh, ഇത് 600 വർഷമുള്ള. And this mosque maybe 450. 450 വർഷം പഴക്കമുള്ള പള്ളിയാണ് നമുക്ക് ആ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. What do you mean, you know? What is that? Every morning here, people waiting here because why? Water. This is mean soup. Every morning here have free soup. Soup. Oh. Soup every morning. We missed. Yeah, when I'm going to work, all people going to morning early work. This government give. They don't eating breakfast because early going to work. And government gives. അതിരാവിലെ ആളുകൾ വർക്കിനൊക്കെ പോവില്ലേ, അപ്പോൾ ഈ അതിരാവിലെ പോകുന്ന ആളുകൾക്ക് സൂപ്പ് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഇവരുടെ ഗവൺമെന്റ് അതോറിറ്റീസ് കൊടുക്കുന്നതാണ്. ഫ്രീ ആയിട്ട് ആളുകൾ ഇവിടെ വന്ന് നിൽക്കും. ഫ്രീ ആയിട്ട് അവർ സൂപ്പ് കുടിച്ചിട്ട് അവരുടേതായിട്ടുള്ള വർക്കിന് പോകും. Now where are we going? Now we are going to undersea castle. Undersea? Yes. Undersea there is castle. Yes, we can see now. കടലിൻ്റെ അടിയിൽ ഏതോ ഒരു കാസ്റ്റിൽ ഉണ്ടെന്നാണ് അവൻ പറയുന്നത്. അതെനിക്കറിയില്ല. ഈ കാണുന്നതാണ് നമ്മുടെ ബോസ്പറസ് ഇടുക്ക്. ബോസ്പറസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെഡിറ്ററേനിയൻ കടലിനെയും നമ്മുടെ ബ്ലാക്ക് സീയെയും ബന്ധിപ്പിക്കുന്ന ഒരു കടൽ ഇതാണ്. ഇതോ ഷിപ്പ് പോകുന്നുണ്ട്. And that is Europe. That is Mediterranean, Africa. Africa maybe. ജിബ്രൽട്ടാർ. ആ കാണുന്നത് ചിലപ്പോൾ ഏതെങ്കിലും ബ്ലാക്ക് സീയിൽ പോയിട്ട് റഷ്യയിലോട്ടോ റൊമാനിയയിലോട്ടോ പോകുന്ന ഏതെങ്കിലും കപ്പലായിരിക്കണം. ഇവിടെ ഒരാൾ മീൻ പിടിക്കാൻ വേണ്ടി ഇരിപ്പുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് ഇവിടെ നിന്ന് നേരെ പോയാൽ നമുക്ക് എത്തുന്നത് മെഡിറ്ററേനിയൻ ആണ്. ആഫ്രിക്കയിലോട്ടോ അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയിലോട്ടോ അങ്ങോട്ടോ എങ്ങ് വേണമെങ്കിലും നമുക്ക് പോകാനായിട്ടുള്ള ഒരിതാണ്. ഇതാണ് നമ്മുടെ ബോസ്പറസ് കടലിടുക്ക്. അല്ലോ, ഫാൻസാണ് കേട്ടോ. മുഹമ്മദിന്റെ ഫാൻസ് ആണ് അവിടെ കാണുന്നത്. മുഹമ്മദ് എന്ന് പറഞ്ഞ് ഓടി വരുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ തുർക്കിഷ് ലിറ. തുർക്കിഷ് 200 ലിറയാണ്. ഇത് എന്ന് പറയുമ്പോൾ നമ്മുടെ തുർക്കിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആണ്. ഫാദർ ഓഫ് തുർക്കി എന്നും പല ആളുകളും പറയാറുണ്ട്. ഈ കാണുന്ന 200, അതായത് നമ്മുടെ നാട്ടിൽ ഒരു 500 രൂപ അടുപ്പിച്ച് വരുന്ന കറൻസിയാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഒരു 1600 രൂപയുടെ വില ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം വെറും 500 രൂപയുടെ വിലയുള്ളൂ. അതായത് തുർക്കിയുടെ എക്കണോമി താഴോട്ട് പോയെന്നുള്ള അതിൻ്റെ അർത്ഥമാണ് കേട്ടോ.
2 ലിറ ഇട്ടിട്ട് നമുക്ക് അപ്പുറത്ത് നോക്കാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. വാട്ട് യു ആർ സീയിങ്? യു സീ സംതിങ്? Yeah, I see now Europe. നമുക്ക് ഏഷ്യയിൽ നിന്ന് യൂറോപ്പ് നോക്കാൻ പറ്റുന്ന ഇതാണ്. ഐ സീ നോ യൂറോപ്പ്. ഞാൻ യൂറോപ്പ് കാണാനില്ലല്ലോ. You see big ship? Big ship. ഈ തൊട്ടടുത്ത് 200 മീറ്ററിൽ തന്നെ എത്ര പള്ളിയെന്നോ കാണിച്ചു തരാം. അത് 1ാമത്തെ പള്ളി, ആ കാണുന്നത് 2ാമത്തെ പള്ളി, ഈ കാണുന്നത് 3ാമത്തെ പള്ളി, ഈ കാണുന്നത് 4ാമത്തെ പള്ളി, അവിടെ ഒന്നുണ്ട്, പുറകിൽ 5ാമത്തെ പള്ളി, അപ്പുറത്തൊന്നുണ്ട്, അത് 6ാമത്തെ പള്ളി, 7ാമത്തെ പള്ളി, 8ാമത്തെ പള്ളി, 9ാമത്തെ പള്ളി അതിൻ്റെ പുറകിലുണ്ട്. അതെവിടെ പോയി? അവിടെ അങ്ങ് ദൂരമായിട്ട് ഒരു 9ാമത്തെ പള്ളിയുണ്ട്. 9 പള്ളികളാണ് ഈ ഒരു ചുറ്റുപാടത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫുള്ള് പള്ളികളാണ് എവിടെയായാലും. ഇതാ നമ്മുടെ ബോസ്ഫറസ് കടലിടുക്ക് നല്ല രസമുണ്ട്. കപ്പലൊക്കെ പോകുന്നതുകൊണ്ടാണ് ഇതാണ്ട് ഇതുപോലെ വെള്ളം ഇങ്ങനെ ആടുന്നത്. പല ആളുകളും ഇവിടെ മീൻ പിടിക്കാനുണ്ട്. ഇതാ ഇതിൻ്റെ അടിയിൽ നല്ല രസമുണ്ട്. ഈ കാണുന്നത് നമ്മുടെ ഒരു പള്ളിയാണ്. പള്ളിയിലെല്ലാം തുർക്കിഷ് ഫ്ലാഗ് ഉണ്ട്. ചൈനയിലെ പോലെയാണ്. ചൈനയിലെല്ലാം പള്ളികളിലും മുസ്ലിം പള്ളികളിലൊക്കെ അവർ തുർക്കിഷ് ഫ്ലാഗ് കാണാൻ കഴിയും. ഇവിടെ എന്താണ്ടേ നല്ല അടിപൊളി രസമുള്ള പള്ളി. എന്ത് രസം! ഇതുപോലെ 100-150 പള്ളി നമുക്ക് ഈ ഒരു വലിയൊരു ഇസ്താംബുൾ നഗരത്തിൻ്റെ ചുറ്റുപാടുമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ ഒട്ടോമൻ കാലത്തെ സൂചിപ്പിക്കുന്ന 1453, അതായത് 1453 ഒട്ടോമൻ എന്താ പറയുക, അവർ ഈ ഒരു തുർക്കി പ്രദേശം പിടിച്ചെടുത്തതും അവരുടെ പിന്നെ ഇവിടെ നിന്നുള്ള ബാക്കി എക്സ്പാൻഷൻ തുടങ്ങിയതും അതിനെ സൂചിപ്പിക്കുന്നതാണ്. ഒട്ടോമന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത് റോമൻസ് ഉണ്ടായിരുന്നപ്പോൾ ഒരു ക്രിസ്ത്യൻ ഇതായിരുന്നു. പിന്നീട് ഈ ഒട്ടോമൻ വന്നിട്ടാണ് നമ്മുടെ ഹാഗിയ സോഫിയ എന്ന് പറയുന്നത് മുമ്പ് ഒരു ചർച്ചായിരുന്നു, ഒരു ബസിലിക്കയായിരുന്നു, കത്തീഡ്രലായിരുന്നു. ആ കത്തീഡ്രലിനെ ഈ ഒട്ടോമൻകാർ വന്നതിന് ശേഷമാണ് അതിനൊരു പള്ളിയാക്കി മാറ്റിയത്. ഒട്ടോമന് ശേഷം നമ്മുടെ ടർക്കി രൂപീകരിച്ചതും ടർക്കിയായിട്ട് അറിയപ്പെട്ടതും 1923 അതിനെ സൂചിപ്പിക്കുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ തൊട്ടടുത്ത് നമുക്കിവിടെ ഒരു വാച്ച് ടവർ പോലത്തെ ഒരു സംഭവം കാണാൻ സാധിക്കും. ഇതെല്ലാം ഈ ഒരു ബോസ്ഫറസ് കടലിടുക്ക് ആ ഒരു ചാനലിന്റെ ഭാഗത്തായിട്ടാ. ഇവിടെ തുർക്കിയിലെ ആദ്യത്തെ പ്രസിഡന്റ്, പുള്ളിക്കാരന്റെ ഫോട്ടോ എല്ലായിടത്തും ഇവിടെ നമുക്കിത് കാണാൻ കഴിയും. പുള്ളിക്കാരന്റെ ഇതിലാണ് ഇവരുടെ കോയിൻ വരെ ഉണ്ടാക്കിയിരിക്കുന്നത്. കോയിനും നമ്മുടെ ഇതെല്ലാം ഈ കാണുന്നത് ഒരു സൈക്കിൾ ഔട്ടാനുള്ള പാതയാണ്. സൈക്കിൾ ഔട്ടാനൊക്കെ പാതമുണ്ട്. പിന്നെ ഈ കടലിന്റെ അടുത്തായിട്ട് തന്നെ, ഈ കനാലിന്റെ അടുത്തായിട്ട് നമുക്ക് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി നടക്കാനും ഇരിക്കാനൊക്കെ അവർ ഇടം വെച്ചിട്ടുണ്ട്. പിന്നെ വൃത്തിയുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഭയങ്കര വൃത്തിയുള്ള നഗരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇസ്താംബൂൾ. മാത്രമല്ല ഇവിടെ കാണുന്നതെല്ലാം ഭയങ്കര ടൂറിസ്റ്റാണ്. സ്പെഷ്യലി ഈ ഒരു വെസ്റ്റേൺ കൺട്രീസിൽ നിന്നൊക്കെ ധാരാളം ടൂറിസ്റ്റുകൾ വരാറുണ്ട്. ഈ തായ്ലൻഡിൽ പോകുന്ന പോലെ തന്നെ അവർക്ക് ഭയങ്കര ഈ മൊറോക്കോയിൽ പോകുന്ന പോലെയാണ് അവർക്ക് ഈവൻ തുർക്കിയിലോട്ട് വരാനും ഭയങ്കര ഈസിയാണ്. ഇപ്പം സ്പെയിനിലുള്ള അല്ലെങ്കിൽ ഫ്രാൻസിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ മൊറോക്കോയിൽ വെക്കേഷന് വേണ്ടി പോകാറുണ്ട്. അതുപോലെ തന്നെ യൂറോപ്പിൽ നിന്ന് ഈവൻ തുർക്കിയിലോട്ടും ഭയങ്കര ഈസി ആക്സസ് ആയിട്ട് ആളുകൾ വരാറുണ്ട്. അവർക്ക് വിസയുടെ കാര്യമൊന്നും ആവശ്യമില്ല. നമ്മൾ നടന്ന് ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിക്കൽ പോയിന്റിലോട്ടാണ് പോകുന്നത്. ഇവിടെ പല ആളുകളും ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോയും മറ്റൊക്കെ എടുക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ മൈതാൻ ടവർ. ഈ ഭാഗത്തോട്ടാണ് നമ്മൾ വന്നത്. മൈതാൻ എന്ന് പറയുന്നത് ഭയങ്കര വിൻഡിയാണ്. ഇവിടുത്തെ ഒരു വലിയ വൺ ഓഫ് ദ മെയിൻ ഹിസ്റ്റോറിക്കൽ ഒരു ബിൽഡിംഗ് ആണ്. നമ്മുടെ റോമൻ കാലത്ത്, നമ്മുടെ ബൈസാൻറ്റൈൻ കാലഘട്ടത്ത് നിർമ്മിച്ച ഒരു ടവറാണ്. അടുത്ത മുഹമ്മദിന്റെ ഫാൻസാണ്. മുഹമ്മദിനെ കൊണ്ട് തോറ്റു. എനിക്കൊന്നും കാണാനും പറ്റില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ പോസ്റ്റ് അടിച്ച് മാറി നിൽക്കണം. ഫുള്ള് അവനെ കണ്ടോ. അവർ ഈജിപ്തിൽ നിന്നൊക്കെ വന്ന കുറേ ആൾക്കാരാണ് കേട്ടോ. മുഴുവൻ ആൾക്കാർ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിൻ്റെ അവിടെ നമുക്ക് ബോട്ടിൽ പോകാൻ കഴിയും. ബോട്ടിൽ പൈസ കൊടുത്താൽ നമുക്ക് അതിൻ്റെ മുകളിൽ പോയിട്ട് ഇതാക്കാം. പിന്നെ ഈ കാണുന്നത് പണ്ടത്തെ ഒരു വാച്ച് ടവർ ആയിരിക്കണം. കാരണം ഈ ഒരു പ്രദേശങ്ങളിൽ പല ഏരിയാസിലുള്ള ആളുകളെ വരുന്നതും ഇതെല്ലാം നിരീക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു വാച്ച് ടവറും കൂടി ആയിരിക്കണം. നമ്മൾ തുർക്കിയിൽ നിന്നൊരു വള വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വളയല്ല, ബ്രെഡാണ്. സിമിറ്റ് എന്നാണ്. Not Alipoli. Adipoli. Adipoli bread. Yes, അതെ.
അടിപൊളി ബ്രെഡ് കേട്ടോ. നമ്മളിനി ഫെറി എടുത്തിട്ട് നമ്മൾ ക്രോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നെക്സ്റ്റ് അറ്റ് 2:20. അടുത്ത ഫെറി 2:20. മുഹമ്മദിന്റെ അടുത്ത ഫാനാണ് പുള്ളിക്കാരി. എന്നെ കണ്ടിട്ടുണ്ട്, മുഹമ്മദിന്റെ പണ്ടത്തെ ഏതോ ഒരു വീഡിയോയിൽ എന്നെ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്നെ അറിയാം കേട്ടോ പുള്ളിക്കാരിക്ക്. നമ്മളിവിടെ എല്ലായിടത്തും ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ നമ്മുടെ സുവിധമാണ്. ഈസി ആയിട്ട് നമുക്ക് കയറി പോകാൻ കഴിയും. നമ്മളിനി ഫെറി കാത്ത് വന്നതാണ്. ആ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ ഫെറി ഉണ്ട്. ഫെറി എടുത്തിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ഇത് കടക്കാൻ വേണ്ടിയുള്ള പോവുക. നമ്മുടെ ഫെറി വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സ്റ്റേഷനിൽ നിന്ന് ഫെറിയിലോട്ട് കയറുവാണ്. നമ്മൾ അപ്പുറത്ത് പോകാൻ വേണ്ടി ഒരു തുർക്കിയുടെ പ്രൈവറ്റ് ഫെറിയാണ്. തൊട്ടപ്പുറത്ത് ഗവൺമെന്റ് ഫെറി ഉണ്ട്, പിന്നെ പ്രൈവറ്റ് കമ്പനികളുടെ ഫെറി ഉണ്ട്. വലിയ പ്രൈസ് വ്യത്യാസമൊന്നുമില്ല. തൊട്ടപ്പുറത്ത് ക്രോസ് ചെയ്ത് പോകുന്നതിന് നമ്മുടെ $1, അതായത് 80 രൂപയൊക്കെയാണ് വരുന്നത്. 80-83. ഓ നല്ല കാറ്റാണ്. അവിടെ ചേട്ടന്മാര് വണ്ടി ഓടിക്കുന്ന ചേട്ടന്മാർ അവിടെ നിന്ന് മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ. I think mostly tourist people do this. Yeah. Also metro is there. Yeah, we have metro, same road. But here is good. നമുക്ക് വേണമെങ്കിൽ മെട്രോയിലും പോവാം, അല്ലാതെ ഇതിലേക്കൂടെയും പോവാം. ഇതിന്റെ അടിയിൽ കൂടെ തന്നെ മെട്രോ പോകുന്ന ഒരു റോഡ് ഇതുണ്ട്. അതിന്റെ അണ്ടർഗ്രൗണ്ട് ആയിട്ട് മെട്രോയും പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഫെറിയുടെ ട്രാഫിക് ആണ് ഫുള്ള്. അവിടെ വേറൊരു ഫെറി പോകുന്നു. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ പോവാനായിട്ട് കിടക്കുന്ന ഫെറികളാണ്. ഫെറി അവസാനം എത്തിയിട്ടുണ്ട്. ഇവിടെ മറ്റൊരു ഫെറിയും നമുക്ക് അതേ സമയത്ത് എത്തിയത് കാണാൻ കഴിയും. ഈ കാണുന്ന ഫെറിയിലാണ് നമ്മൾ വന്നത്. അവിടെ ഫെറി കയറാൻ വേണ്ടി കുറേ ആളുകൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. താഴോട്ട് ഇറങ്ങുവാണ്. അവിടെ തൊട്ടപ്പുറത്ത് വേറൊരു മസ്ജിദ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നല്ല രസമുള്ള പള്ളി. അടിപൊളി. അടിപൊളി അടിപൊളി അല്ല അടിപൊളി. Everyone saying Alipoli. Alipoli. No, Adipoli, Adipoli. Adipoli. Adipoli, yeah. Adipoli. Güzel demek. Burayı beğenmiş, güzel diyor. Teşekkür. എല്ലാരും അലിപൊലി എന്നാണ് കേട്ടോ അവര് പറയുന്നത്. അലിപൊലി. Not easy. Not easy, yeah. After Chinese language, my language is like very tough first. Yeah. There's some people. Adipoli. 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 Salam. അടിപൊളി. അപ്പൊ നമ്മള് ഇനി എൻ്റെ അടുത്ത് മുഹമ്മദ് പറഞ്ഞൊരു കാര്യമാണ്. ഇന്നും ഇന്നലെ ആയിട്ട് ഇവിടെ വളരെ തിരക്ക് കുറവെന്നാണ്. Why today and yesterday no people? I don't know. Maybe now hot season. Oh, okay. Now tourists going to Antalya. Antalya, yeah, for beach. Beach. Yeah. All tourists now going to beach swimming. Especially European. Yeah. Even Europeans അന്റാലിയ കടൽ ഭാഗത്തും പിന്നെ നമ്മുടെ ഈജിപ്തിന്റെ റെഡ് സീ ഭാഗത്തൊക്കെ ധാരാളം പേര് പോകാറുണ്ട്. ഇവർ ഈ സമ്മർ സമയത്തൊക്കെ ടാൻ കിട്ടാൻ വേണ്ടിയൊക്കെ പോകുന്നതാണ്. അവരുടെ സ്കിന്നിൽ ടാൻ വരുന്നത് അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ജാമി മോസ്കിൻ്റെ അടുത്താണ് വന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ വന്നിട്ട് ഫിഷൊക്കെ കഴിച്ച ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഫിഷ് പോലത്തെ ഒരു സാൻഡ്വിച്ച് വിൽക്കുന്ന കടകളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. Chinese products. Chinese bazaar. ഈ കാണുന്നത് നമ്മുടെ ചൈനീസ് ബസാർ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇതെല്ലാം വരുന്നത് ചൈനയിൽ നിന്നാണ് എന്നുള്ള ഒരു സത്യം കൊണ്ടാണ്. ഷൂസ് ആയാലും ഗിഫ്റ്റ് ആയാലും സുവനീസ് ആയാലും എല്ലാം.
China is another level, right? China is another level. Yeah, we don't say Chinese. Just also US. want to hear yes. But everything from China. എല്ലാം ചൈനയിലാണ്, പക്ഷെ അവർ ഇവരുടെ സാധനമൊന്നും പറഞ്ഞു വിൽക്കും. അത് ചൈനയിൽ മാത്രമല്ല, പല സ്ഥലത്തും അതൊക്കെയാണ് സത്യം. ചൈനയിൽ നിന്ന് വരുന്ന എല്ലാ സാധനങ്ങളും അവരുടേതാണെന്ന് പറഞ്ഞ് ഇങ്ങനെ വിൽക്കും. എൻ്റെ ഒരു ഫ്രാൻസ് സുഹൃത്തുണ്ട്. പുള്ളി ട്യൂണീഷ്യക്കാരിയാണ്, ഫ്രഞ്ചുകാരിയാണ്. ട്യൂണീഷ്യക്കാരി, ബട്ട് ഫ്രാൻസിലാണ് ജനിച്ചതും വളർന്നതും. അപ്പോൾ പുള്ളിക്കാരി നമ്മൾ ചൈനയിൽ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് കാണാൻ പറ്റിയില്ല. പുള്ളിക്കാരി എൻ്റെ വീട്ടിലൊക്കെ വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഉമ്മാടോടെ യാത്ര ചെയ്യുന്ന ആളാണ്. അങ്ങനെ പുള്ളിക്കാരി ഇന്നലെ ഞാൻ തുർക്കിയിൽ വന്നപ്പോൾ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം. ആൻഡ് നമ്മൾ വീണ്ടും കണ്ടെത്തിയിരിക്കുന്നു. അസ്സലാമു അലൈക്കും. You have hat? Oh, nice. Indonesia from Burma, Myanmar. Oh, you have lightweight. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അവള് 2 വർഷത്തിന് ശേഷം നാട്ടിലോട്ട് പോവാണ്, ടുണീഷ്യയിലോട്ട്. How many years? 1.5 years. Oh, 1.5 വർഷം കൊണ്ട്. Yes, it is my last travel finish. Oh. After that, I will finish. No, after the Tunisia you are not traveling? Yes, I will buy another one. Okay. Now I just did season 1, we can say. Season 1. Yes. Season 1 finish. Yes, Next season 2. Next season inshallah Africa. ഇപ്പൊ ഏഷ്യൻ സീസൺ ആയിരുന്നു, ഇനി ആഫ്രിക്കൻ സീസൺ ആണ്. ഓ, യു ഹാവ് ദ ലോക്കർ. Yes, of course. ലോക്കറൊക്കെ ഉണ്ടല്ലോ അതില്. Yeni German. ഇത് പുതിയ പള്ളിയാണ്, അതുകൊണ്ടാണ് നെയ് ജാമിയ എന്നാണ് ഇതിന്റെ പേര്. ഇവിടെ ധാരാളം ആളുകൾ ഇന്ന് പുകവലിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഭയങ്കര കോമൺ ആണ് കേട്ടോ, പുകവലിക്കുന്നത് ഭയങ്കര കോമൺ ആണ്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും മുഴുവൻ സിഗരറ്റ് വലിയാണ്, ഭയങ്കര സിഗരറ്റ് വലിയ. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ താടിയൊക്കെ ഇല്ലായിരുന്നോ, അതൊക്കെ മാറ്റി. വിത്ത് താടി ഗുഡ് ഓർ വിത്തൗട്ട് താടി ഗുഡ്? I like tardi. You like താടി? Yes. അയ്യോ, Like your friend. Like. താടി ഉള്ളതാണ് അവളെ ഇഷ്ടം. ദിസ് താടി ഗുഡ്, ബട്ട് മൈ താടി. No, your tardi is good as well. ഓക്കെ. നമ്മൾ ഗ്രാൻഡ് ബസാറിന്റെ ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ മിസർ കർസിസി, അതായത് ഈജിപ്ഷ്യൻ മാർക്കറ്റാണ്. 1664 ഉണ്ടാക്കിയ മാർക്കറ്റാണ്. ഫുള്ള് സ്പൈസസും അടിപൊളിയാണ്. ഇവിടെ പള്ളിയിൽ കയറാൻ വേണ്ടി പല ആളുകളും ശുദ്ധീകരിക്കുന്ന കാഴ്ചയാണ്. ഇവിടെ കുറേ സ്ത്രീകളൊക്കെ ഭയങ്കര കൺഫ്യൂസ് ആയിട്ട് ഇരുന്നിട്ട് എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ തലതടവുന്നു. പുള്ളിക്കാരി നോക്കി എന്തൊക്കെയാണ് ചെയ്യുന്ന കാഴ്ച ഭയങ്കര ഫണ്ണി കേട്ടോ. പല ആളുകളും പള്ളിയുടെ പുറകുവശത്തായിട്ടുള്ള മാർക്കറ്റ് ഏരിയകളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമുക്ക് കൂടുതലും ഭക്ഷണങ്ങൾ വിൽക്കുന്ന കടകളും കൂടുതൽ ഈ സുവനീസൊക്കെ വിൽക്കുന്ന ഏരിയാസാണ്. എല്ലായിടത്തും നമുക്ക് ടൂറിസ്റ്റുകളെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ അതുകൊണ്ട് ഒരു 2 തുർക്കി ഫ്ലാഗ് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു പലസ്തീൻ്റെ ഫ്ലാഗാണ്. പലസ്തീനെ പിന്തുണയ്ക്കുന്നതിൻ്റെ ഒരു ഫ്ലാഗായിട്ടാണ് കേട്ടോ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അടിപൊളി കേട്ടോ. എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, സിന്ധി സത്തലേറി കുദൂസെ അലങ്കമ്മ വർക്കി. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആക്ച്വലി എൻ്റെ സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തി തരാം. ഇതെൻ്റെ സുഹൃത്ത്, നമ്മൾ 2.5 വർഷം മുമ്പ് ഇന്ത്യയിൽ വെച്ച് കണ്ടു. ഇതെൻ്റെ സുഹൃത്ത്, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ ഹോസ്റ്റ് ചെയ്തു ഞാനില്ലാത്ത സമയത്ത്. അങ്ങനെ നമ്മൾ ചൈനയിൽ നിന്ന് കാണാൻ പറ്റിയില്ല, അപ്പോൾ ഇവിടെ വെച്ച് കണ്ടു. ദിസ് ഈസ് കങ്ക ആൻഡ് ദിസ് ഈസ് ടോയ്ലറ്റ്. സോറി, ഇത് ഹെല ആൻഡ് മഹമ്മദ്. Hela in Turkish language is toilet, right? You say about you. What is your name? My name is Mehmet. Mehmet. Mehmet, yeah, my name is Mehmet, but Mehmet is not Turkish name. Arabic. Mohammed, Turkish style Mehmet. I'm from Turkey. I live in Istanbul. I'm 67 years old. 17 years before 10 years. No, before 20 years you are 17. Sorry, 10 years ago. 10 years ago? 16, 26, 36. No, before 20 years ago you are 17 years old. Yeah, 20 വർഷങ്ങൾക്ക് മുമ്പ് അവൻ 16 തന്നെയായിരുന്നു. കറക്റ്റ് ആണ്. But now say your age. Ben turist arkadaşlarım ya, onları gezdim. Fans. Oh yeah. A lot of fans. Yeah. ഇവിടുത്തെ വലിയ ട്രാവൽ ബ്ലോഗറും കൂടിയാണ്. Okay, toilet. Come to you. No, please. Okay, Hela, where are you from? I am from
France and Tunisia. Okay. What are you doing here? I finished my travel. Okay. Not really finished, but Hi. Yeah, okay. ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇവള് 2 വർഷമായിട്ട് ഇപ്പൊ ഏഷ്യയിലൊക്കെ കറങ്ങി നടക്കുമായിരുന്നു. അഫ്ഗാനിസ്ഥാനിലൊക്കെ പോയി. അഫ്ഗാനിസ്ഥാനിലൊക്കെ എക്സ്പീരിയൻസ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലിട്ട്. ഇവൻ കുറെ വർഷമായിട്ട് ഇവനും ട്രാവൽ ചെയ്യാണ്. Macedonia. Yeah, you know Macedonia. Europe. They are from Macedonia, Europe people. Macedonia. Yeah. You know Macedonia, Ottoman time, they are living Turkish people. Oh. They are Turkish. YouTuber var. Yes, YouTube. Abi teşekkür ederiz açtığınız. Yeah, okay. channel name? Hitchhiking nomad. Oh, you live Insta. Okay, I give you Instagram. I give you. Right. Evet, gençler geldi şimdi. Video çekerken merak ettim kimsin necisiniz diye. Bu arada arkadaşlar da Makedonmuş ama Makedon Türkleri. Tatile mi geldiniz? Gezmeye mi geldiniz gençler? Burada yaşıyorsun ama orijinalinde Makedonya'dan geldin. Deden baban. കറങ്ങാൻ വേണ്ടിയാ. Are you guys traveling here? Baban? You're traveling. Deden? Deden Makedonya'dan. Şu an nerede yaşıyorsunuz? Bugün video. You don't speak English. No, Hadi you don't speak Turkish. I speak English. Sorry. Onlar Hindistan. Bu arkadaşım Hindistanlı. Bu arkadaşım da Cezayirli. ജസേറ. Cezayirli. Türkiye'ye gelmişler. Onları gezdiriyorum. ഇവര് മെക്ഡോണിയൻ പീപ്പിൾ ആണ്. പണ്ട് ഒട്ടോമൻ സമയത്ത് ധാരാളം അവര് തുർക്കിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് കേട്ടോ. ബൈ. അങ്ങനെ നമ്മള് ഹാഗിയ സോഫിയയിലോട്ടാണ് നടന്നു പോകുന്നത്. ഹാഗിയ സോഫിയയിലോട്ട് പോകുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഫുൾ ഇങ്ങനെ ബിൽഡിങ്ങുകളും കടകളൊക്കെ ആയിട്ട്. So next where are you going after this? Are you going to Africa? I already asked you. I'm going to Tunisia, yes. Tunisia. You are going to desert. Yes, How is Tunisia? very good. You can come, I think, Indian people, I don't know. But I will come. Inshallah. Inshallah, you come to my house. Yeah. Yes. നമ്മൾ ടുണീഷ്യയിൽ എന്തായാലും പോവും. അപ്പം നമുക്ക് എന്തായാലും ഹെലേരെ വീട്ടിൽ ഇൻഷാല്ലാ പോവാം. ഇവിടെ നിന്നുണ്ട് നമ്മുടെ തുർക്കിഷ് ഫേമസ് ആയിട്ടുള്ള ഐസ്ക്രീം ഇല്ലേ, ആളുകളെ പറ്റിക്കുന്ന ഐസ്ക്രീം, അതാണ് ഇവിടെ കാണുന്നത്. അതെല്ലാ സ്ട്രീറ്റിലും നമുക്ക് കാണാൻ സാധിക്കും. പുള്ളിക്കാരനെ കൊടുക്കുന്നു, പക്ഷെ കൊടുക്കുന്നില്ല. Hayır yani değil. ഓ, പുള്ളിക്കാരന് പെട്ടെന്ന് കൊടുത്തു കേട്ടോ. പുള്ളിക്കാരനെ അധികം നേരം നിന്ന് പറ്റിക്കാൻ നിന്നില്ല. ഇത് നമ്മളെ ഇസ്താംബൂളിലെ ട്രാമാണ്. ഇസ്താംബൂളിലെ ട്രാം വളരെ പ്രസിദ്ധമാണ്, ഈ കാണുന്ന ട്രാം. പിന്നെ വേറൊരു ട്രാമുണ്ട്, അതാണ് ഇസ്താംബൂളിലെ ഒരു പൈതൃകമായിട്ടുള്ള ട്രാം. ഇതൊക്കെ പുതിയതായിട്ടുള്ള ഒരു ട്രാമാണ്. റോഡിലൂടെ ട്രാം, ഇതിലൂടെ വണ്ടി പോകുന്നു, അപ്പുറത്തൂടെ ബസ് പോകുന്നു, സ്കൂട്ടർ പോകുന്നു. നമ്മൾ ഇനി ഹാഗിയ സോഫിയയിലോട്ട് പോകുന്നു. ഇവിടെ ഷീപ്പിനെ അവർ ഇട്ട് കരിച്ചു പൊള്ളിക്കുന്ന നോക്കിക്കോ. ആൻഡ് ദിസ് ഈസ് ചിക്കൻ. No, it is same but cut it. Yeah. ഓ, ഇതും ഷീപ്പ് തന്നെയാണ്. This sheep, ആ, this sheep leg. ഷീപ്പ് ലെഗ്. ഇത് ഷീപ്പിന്റെ ലെഗ്. ഇത് ഷീപ്പിനെ ഫുള്ളായിട്ട് അവരാക്കുന്ന കാഴ്ചയാണ് ഇവിടെ. തായ് മസാജ് നമുക്ക് എത്ര രൂപയാണെന്ന് നോക്കാം. താണ്ട് തായ് ബാല, അരോമ, കാറാസ്, ആന്റിക്, സുൽത്താൻ മസാജ് ഒക്കെ ഉണ്ടല്ലോ. സുൽത്താൻ, അത് കൊള്ളാലോ. Turkish style. തുർക്കിഷ് സ്റ്റൈൽ സുൽത്താൻ മസാജ്, അത് കൊള്ളാലോ. തുർക്കിയിൽ വന്നിട്ട് നമ്മളൊരു പാർക്കിലോട്ട് വന്നില്ല എന്ന് വേണ്ട. പാർക്കില് എൻട്രൻസ് ഫീ ഒന്നുമില്ല കേട്ടോ. നമുക്ക് സഞ്ചാരികൾക്കും സാധാരണ ആളുകൾക്കും എൻ്റെ അമ്മോ But not dangerous. നല്ല വലിയൊരു പാർക്കാണ്. ആളുകൾക്കൊക്കെ വന്നിരിക്കാനും ഇവിടെ നമുക്കൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നല്ല രസമുള്ള ഒരു പാർക്ക്. Here, so famous, Tophane Park. Why? Why? Because Ottoman Empire time, here capital city. Capital area here, and this park making time, Ottoman time, not new one. ഒട്ടോമൻ സാമ്രാജ്യകാലത്ത് പണിത പാർക്കായതിനാലാണ് ഇവിടെ ഇത്രയും ഫേമസ്. ദാണ്ട് ഇവിടെ ഒരു ഇസ്താംബൂൾ എന്ന് പറയുന്ന ഒരു സിഗ്നേച്ചർ ഏരിയ ഉണ്ട്. ഇവിടെ ധാരാളം ആളുകൾ വന്നിരുന്ന് ഫോട്ടോസും മറ്റുമൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളിനി നടന്ന് മറ്റൊരു ഭാഗത്തോട്ട് ഇങ്ങനെ നടന്നു പോവാം. ഇവിടെ നമ്മൾ പാർക്കിൽ കുറേ നേരമായിട്ട് ഇവിടെ ഇരിക്കുകയാണ്.
ഇതാ നല്ല രസമുണ്ട് കേട്ടോ. പൂച്ച ഉണ്ടോ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര പൂച്ച ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രാജ്യമാണ്. പൂച്ചകളും ഫ്രണ്ട്ലിയാണ്, ആളുകളും പൂച്ചയുടെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മുടെ നാട്ടിൽ പൂച്ചയെന്ന് പറയുമ്പോൾ കഴിക്കാൻ മാത്രമല്ലേ വരുള്ളൂ, പിടിക്കാൻ ഓടില്ല. പക്ഷെ ഇവിടെ എല്ലാം ഭയങ്കര സ്നേഹമുള്ള പൂച്ചകളാണ്. ഇതാണ് നമ്മുടെ തുർക്കിഷ് ഡ്രസ്സൊക്കെ വിൽക്കുന്ന, തുർക്കിഷ് ആരുടെ ഹായ് അവരുടെ ഡ്രസ്സൊക്കെ വിൽക്കുന്ന കടകളാണ്. നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ഫോട്ടോയും സംഭവങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസമായിരിക്കും വരുന്നത് ബാക്കി ഇസ്താംബുളിലെ കാഴ്ചകൾ. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം എല്ലാവർക്കും ബൈ.